ഈ മിനിസ്റ്റർ, സാധാരണ ആളുകൾക്ക് ഒരു സംശയമുള്ളത് ഈ കിഫ്ബി അടക്കം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയത് വലിയ തിരിച്ചടിയായി എന്ന് നമ്മളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും കിഫ്ബിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോഴും കിഫ്ബിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പദ്ധതികൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിഫ്ബിയുടെ നിലവിലത്തെ ഒരു അവസ്ഥ എന്താണ് മിനിസ്റ്റർ? കിഫ്ബിയുടെ പ്രവർത്തനത്തിൽ വലിയ തടസ്സമുണ്ടാക്കാനുള്ള ഇടപെടൽ വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കിഫ്ബി ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചത്. കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 80,000-90,000 കോടിയുടെ പദ്ധതികൾ പലതും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഭൂമി ഏറ്റെടുക്കുന്നതും പുതിയ വ്യവസായ പാർക്ക് വരുന്നത്, ഉദാഹരണത്തിന് നമ്മുടെ എറണാകുളത്തുനിന്ന് കൊച്ചിയിൽ നിന്നുള്ള ബാംഗ്ലൂർ ഇടനാഴി, അതിൽ തന്നെ 13,000 ഏക്കർ എടുത്തു കഴിഞ്ഞു. കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്കുള്ള വ്യവസായ ഇടനാഴി 5,000-ഓളം ഏക്കറാണ് കിഫ്ബിയുടെ ഭാഗമായിട്ട് പല പദ്ധതികൾക്കായിട്ട് ഏറ്റെടുക്കുന്നത്. ഇപ്പോഴും ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. റോഡുകളുടെ കാര്യത്തിൽ, നല്ല പാലങ്ങളുടെ കാര്യത്തിൽ, നല്ല സ്കൂളുകളുടെ കാര്യത്തിൽ, ആശുപത്രിയുടെ കാര്യത്തിൽ ഇതിലൊന്നും പുറകോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അതും കൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ബോറോയിങ്ങി വരുന്നു. ഏകദേശം 12,000 കോടി രൂപ ഒരു വർഷം കിഫ്ബിയുടെ കാര്യത്തിൽ ഇവർ ഈ നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ അഡീഷണലായിട്ട് നമുക്ക് ലഭിക്കാതെ വരുന്നു വരുമാനം. അതിനൊപ്പമാണ് ഈ നിങ്ങൾക്കറിയുന്നതാണ്, കിഫ്ബിയുടെ പേരിലെടുത്ത 4,710 കോടി രൂപ ഈ വർഷത്തെയും അവർ നമുക്ക് തരേണ്ട ബോറോയിങ്ങിന് വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മളെ തകർത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെ ആകെ തടയാൻ പറ്റിയിട്ടില്ല. അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ സർക്കാർ. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ചലഞ്ച് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത്. അത് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇനി കിട്ടാനുള്ള വലിയ കുടിശ്ശിക, കേന്ദ്രത്തിൽ നിന്ന് തരാനുള്ള പണം, അത് നമുക്ക് നേടിയെടുത്തേ പറ്റൂ. കാരണം അത് ഇവിടുത്തെ ജനിക്കുന്ന കൊച്ചു കുഞ്ഞിന് ഉൾപ്പെടെ അവകാശപ്പെട്ട പണമാണ്. ഇന്ത്യയിൽ നമുക്ക് അർഹമായ തുക കിട്ടണം എന്നുള്ളത് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കിട്ടുമെന്ന് തന്നെയാണ്.